സിമ്പിളായിട്ടൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പി കണ്ടു നോക്കാം. മന്തി വളരെ പോപ്പുലർ ആണെങ്കിലും നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പിൽ നമ്മൾ മന്തി റെഡിയാക്കി എടുക്കാറുണ്ട്. ഉണ്ടാക്കി നോക്കിയാൽ വെച്ചിട്ടുള്ള എനിക്ക് ഏറ്റവും ടേസ്റ്റും ഫ്ലേവർഫുൾ ആയിട്ട് കിട്ടിയ ഒരു മന്തി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിത് ചിക്കനൊക്കെ അത്യാവശ്യം മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത് ഇതിലേക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്തതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ടോ കത്തി കൊണ്ടോ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്കൊരു പച്ചമുളക് 5-6 പച്ചമുളക് ചേർത്തെടുക്കുന്നുണ്ട്. നീളം മുളകാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു ഉണക്കനാരങ്ങ, ഒരു കഷ്ണം മാഗി ക്യൂബും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. ഒരു അര സ്പൂൺ കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തെടുത്ത് ഇതിലേക്ക് പൊടിയായി അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം കൂടിയാണ് ആഡ് ചെയ്തെടുക്കുന്നത്. ക്യാപ്സിക്കം ചെറുതായി അരിയണം കേട്ടോ. അതേ അളവിൽ തന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായി അരിഞ്ഞ് ചേർത്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മന്തി മസാലയാണ് നമ്മൾ ചേർത്തെടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചേർത്തെടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിനിമം ഒരു 1 അവറെങ്കിലും ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി സമയമില്ലാത്തവരാണെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ഓയിലെടുത്ത് നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് ഞാൻ വറ്റിച്ചെടുക്കുകയല്ല, നമ്മൾ ഊറ്റിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചിക്കനൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത്, ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അരി നമ്മൾ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്, വൈറ്റ് റൈസാണ്. ഇതും നന്നായി കഴുകി ഒരു മണിക്കൂറെങ്കിലും നമ്മൾ കുതിർക്കാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സ്പൈസസും കൂടി അതിൻ്റെ തൊട്ട് മുന്നേ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അരി വേവുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ ഇതേ ഒരു 1/4 വേവാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എണ്ണയും വെള്ളവും കൂടെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ പാത്രം ഞാനിതിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിനുശേഷം ഇതൊന്നും കൂടെ ചൂടാക്കിയെടുക്കാം. ചിക്കൻ നന്നായി ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിൻ്റെ പകുതി ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പകുതി ചിക്കനിലേക്ക് നമ്മൾ അരിയുടെയും പകുതി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലും വെള്ളം കൂടിയുള്ളൊരു മിക്സാണ് കേട്ടോ. ബാക്കി ചിക്കനും അരിയും ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ മന്തിയുടെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടച്ച് വെക്കുക. ഒരു മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ശേഷം നന്നായി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മന്തി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലല്ല നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം. ഇഷ്ടമായ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.